ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞതിന് പിന്നാലെ രാഷ്ട്രീയ ചർച്ചകൾ സജീവം. അയ്യപ്പ സംഗമം വൻ പരാജയമെന്നാണ് KPCC വിലയിരുത്തൽ. ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ കോൺഗ്രസ് അണികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അയ്യപ്പ സംഗമത്തിലെ പങ്കാളിത്തത്തിൽ കുറവ് എന്നത് കള്ളപ്രചാരണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പ്രചരിക്കുന്ന ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ AI നിർമ്മിതമാകും എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കളവ് പ്രചരിപ്പിക്കുന്നതിനും പറയുന്നതിനും എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്, അതായത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് 3000 ആളെ പങ്കെടുപ്പിക്കാനാണ്. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട്. അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പോരെ, വേണമെങ്കിൽ AE ഉപയോഗിക്കാം. നിങ്ങൾക്ക് AE ഉപയോഗിക്കാം. നിങ്ങളെല്ലാം ഉണ്ടാക്കും. അതിന് സംശയം. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട്. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട് പരിപാടിയിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ മേലെ നിങ്ങൾ 460 ചുരുക്കണം. നിങ്ങൾ കുറച്ച് പണിയെടുക്കണം. ആ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചോ. പക്ഷേ ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട്. അയ്യപ്പ സംഗമം വലിയ വിജയമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വാദിക്കുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇന്നലെ മുതൽ തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രി സംസാരിക്കുന്ന സമയത്ത് തന്നെ ഒഴിഞ്ഞ കസേരകൾ കിടക്കുന്നു എന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പ്രചരിക്കുന്നത്. കണക്കുകൾ വച്ചുകൊണ്ടാണോ അത് തെറ്റ് എന്ന് ഇപ്പോൾ പാർട്ടി, ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെയും വാദം? അയ്യപ്പ സംഗമം കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ചിട്ടുള്ള വിവാദങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഉദ്ഘാടന സെഷനിൽ അടക്കം പ്രതീക്ഷിച്ച പങ്കാളിത്തമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. അതിനുശേഷം പാനൽ ഡിസ്കഷനിൽ ഉൾപ്പെടെ കാര്യമായ ആളുകളുടെ പ്രാതിനിധ്യവുമില്ല. എന്നാൽ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും അതിനെ അങ്ങനെയല്ല കാണുന്നത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണത്തിൽ നമുക്ക് വ്യക്തമാണ്. മാത്രമല്ല, അതിൽ ഈ 4500 പിന്നീട് 3000 ആ കണക്കുകൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡ് അടക്കം മുൻപ് പറഞ്ഞതാണ്. എന്നാൽ അതിനുശേഷം ഈ ദേവസ്വം ബോർഡ് തന്നെ ഇപ്പോൾ ഒരു വിഭാഗം വിലയിരുത്തുന്നത് ആ കണക്കുകൾ ചില പൊരുത്തക്കേടുകളുണ്ട്, മാത്രമല്ല പ്രതീക്ഷിച്ചത്ര ആള് വരുന്നില്ല എന്നുള്ള കാര്യമാണ്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഇക്കാര്യങ്ങളൊക്കെ കള്ളപ്രചരണമാണ്. കോൺഗ്രസിന്റെ സൈബറിടങ്ങളിലടക്കം അത്തരം കള്ളപ്രചരണം നടക്കുന്നു. ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിച്ച ആള് എത്താത്ത സ്ഥിതി ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അതിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായിട്ടില്ല. AI ആയിരിക്കാം ഈ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ. മാത്രമല്ല, ഈ സെഷനുകൾക്കിടയിലെ ആ സമയത്തുണ്ടായിരുന്ന ആളുകളില്ലാത്ത അവസ്ഥ, അത് ഫോട്ടോ എടുത്ത് ചിത്രീകരിച്ചുകൊണ്ട് അതിനെ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെയുള്ളൊരു പ്രതിരോധം CPMന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്നാൽ അതൊരു ക്യാമ്പയിനായി ഉയർത്താനാണ് KPCC നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സർക്കാരിന്റെ ഇരട്ടമുഖം അത് പുറത്തു കാട്ടാൻ കഴിയും ഇത്തരം കാര്യങ്ങളൊന്നും KPCC വിലയിരുത്തുന്നുണ്ട്. അനുജ, അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ, വിവാദം തുടരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.